അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനത്തെ ചൊല്ലിയുള്ള ദുരൂഹതകൾ മാറുന്നില്ല. കരാർ വ്യവസ്ഥ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് കേരള സർക്കാരാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു. AFA ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കമേഴ്ഷ്യൽ ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സിന്റെ ചാറ്റ് 24 ഇന്ന് പുറത്തുവിട്ടു. സർക്കാരിന് AFAയുമായി കരാറില്ലെന്നും സ്പോൺസേഴ്സാണ് കരാർ ഒപ്പിട്ടതെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. ആ പ്രതികരണം കേൾക്കാം. സംസ്ഥാന ഗവൺമെൻറ് ആരുമായും കരാർ ഒപ്പിട്ടില്ല. അത് സ്പോൺസറാണ് അർജന്റീനിയൻ ടീമുമായിട്ടുള്ള കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അത് ഒപ്പുവെച്ചിട്ടുള്ളത് അർജന്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അവർ തമ്മിലാണ് കരാർ. ഇപ്പോൾ ഏതോ ഒരു വാട്സപ്പ് ചാറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ലിയാൻഡ്രോ എന്ന് പറയുന്ന ആൾ അവരുടെ മാർക്കറ്റിംഗ് ഹെഡാണ്. അതേസമയം മെസ്സി കേരളത്തിലെത്തുമോ ഇല്ലയോ എന്നതിൽ മന്ത്രിക്ക് ഇപ്പോഴും വ്യക്തതയില്ല. മന്ത്രിയെ രൂക്ഷമായി പരിഹസിക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ രാജ്യത്തെ നടുക്കിയ സംഭവവികാസങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി ആ കാര്യങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ്. തൃശ്ശൂരിൽ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കാര്യങ്ങളാണ് തൃശ്ശൂർ DCC പറഞ്ഞിട്ടുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഞങ്ങൾ ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ തന്നെ അത് കണ്ടത്. ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഗ്രാമ്യമായിട്ടൊരു ചൊല്ലുണ്ട്, പട്ടി ചന്തയ്ക്ക് പോകാമെന്ന്. അതുപോലത്തെ പോക്കാണ് പുള്ളി പോയത്. പട്ടിയുടെ പോക്ക് കണ്ടാൽ വിചാരിക്കും ചേരിചേരാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകാമെന്ന്. സർവേക്കല്ല് കാണുമ്പോൾ മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വരും. കേരളത്തിലെ സ്പോർട്സ് മന്ത്രി ഇപ്പോൾ എന്താണ് എഗ്രിമെൻ്റ് അർജന്റീനയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് പുറത്തുവിടണം. മന്ത്രിയും സ്പോൺസറും തമ്മിൽ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദറാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. അവർ തമ്മിൽ ഡീലിങ്സ് ഉണ്ട്. അത് ദുരൂഹമാണ്. എന്താണ് ഈ സ്പോൺസറെ തള്ളിപ്പറയാത്ത മന്ത്രിയെ തള്ളിപ്പറയാത്ത എന്താ സ്പോൺസർ? അപ്പോൾ ഒരു നുഖത്തിൽ വെച്ച് കെട്ടാവുന്ന രണ്ടുപേരാണ് ഈ സ്പോൺസറും മന്ത്രിയും. അതിനകത്ത് അവരുടെ ഏർപ്പാടുകളിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, നിഗൂഢാത്മകമാണ്. മെസ്സിക്ക് പകരം റഹ്മാൻ കളിക്കുന്നതാണ് നല്ലത്. റഹ്മാൻ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പഴയ സുഹൃത്തായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വിഷയത്തിൽ KPCC അധ്യക്ഷൻ നടത്തിയ പ്രതികരണം എന്താണ് എന്നതുകൂടി ഒന്ന് കേൾക്കാം. മെസ്സി ഈസ് മിസ്സിംഗ് വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നുണ്ടാവും. ഒപ്പം നമ്മൾ ഒരു പ്രതികരണവും തേടും തത്സമയം. ആദ്യം അനിൽ വാസുദേവിലേക്കാണ്. അനിൽ, ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് ഇവിടെ ഈ കരാർ ലംഘനം നടത്തിയിട്ടുള്ളത് അർജന്റീനയാണ്, അവരുടെ ഫുട്ബോൾ അസോസിയേഷനാണ് എന്നുള്ളതായിരുന്നു സ്പോൺസറുടെ അവകാശവാദം. മന്ത്രിയും അത് ആ തരത്തിൽ തന്നെയാണ് പിന്നീട് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടത്. ഇന്നിപ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാദ്യമായൊരു ഔദ്യോഗിക സ്ഥിരീകരണം അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വന്നു. നമ്മളത് ആദ്യമായി പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു. അവരുടെ ഒരു വാട്സാപ്പ് ചാറ്റായിരുന്നു. അതിൽ കരാർ ലംഘനം നടത്തിയിട്ടുള്ളത് കേരളമാണ് എന്ന് പറയുകയാണ്. അതിന് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കൃത്യമായി കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നത് പറയുന്നത് അവരാണ്. ആദ്യ ഔദ്യോഗിക സ്ഥിരീകരണമാണ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ സ്ഥിരീകരണമായിരുന്നു. ഇതിൽ പിന്നീട് വരുന്ന പ്രതികരണങ്ങൾ, മന്ത്രി പറയുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപായി AFA ഇന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഈ വിഷയത്തിൽ? അനുജ, കഴിഞ്ഞ ദിവസമാണ് സ്പോൺസറും പിന്നീട് അത് മന്ത്രി ആവർത്തിക്കുകയൊക്കെ ചെയ്ത കാര്യം. കരാർ ലംഘനം നടത്തിയത് AFA ആണ്. അവർ ഒക്ടോബറിൽ ഇവിടെ വന്ന് കളിക്കാമെന്ന് ആദ്യം ഏറ്റു. ഇത് പ്രകാരം 130 കോടി കൊടുത്തു. അപ്പോൾ പക്ഷേ അത് അവർ പറഞ്ഞു പറ്റിച്ചു. അങ്ങനെ കരാർ ലംഘനം ഉണ്ടായത് AFAയുടെ ഭാഗത്തു നിന്നാണ്. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വാർത്താസമ്മേളനം വിളിച്ച സ്പോൺസർ അടക്കം പറഞ്ഞത്. പിന്നീട് മന്ത്രി ഇത് ഏറ്റുപിടിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ AFAയുടെ ഈ വിവരങ്ങൾ തിരക്കിയത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളിലേക്ക് ചെന്നത്. ഈ AFAയുടെ ഈ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഗ്ലോബലി ഇവരുടെ ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ സംഘടിപ്പിക്കുന്ന ആളാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അതുമായുള്ള ഒരു ലിങ്ക്ഡ് ഇൻ ചാറ്റിലാണ് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം ഇതാണ്: 130 കോടി രൂപ വാങ്ങിയ ശേഷം നിങ്ങൾ കരാർ ലംഘിച്ചു എന്നാണല്ലോ സ്പോൺസറുടെയും സർക്കാരിൻ്റെയും ആരോപണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് നോട്ട് ട്രൂ, ഇത് സത്യമല്ല, നോ വേ.
ഒപ്പം തന്നെ കരാർ ഫുൾഫിൽ ചെയ്യാത്തത് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പറഞ്ഞ കോട്ടയത് കൃത്യമായി കേരള സർക്കാർ എന്ന് തന്നെയാണ്. കരാർ ലംഘനം, അതായത് ബ്രീച്ചിങ് ഉണ്ടായതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ന് തന്നെയാണ് ഈ പീറ്റേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ അറിയിപ്പ്. ലിങ്ക്ഡിൻ ചാറ്റിൽ അദ്ദേഹം മറുപടിയായി നൽകിയ കാര്യം ഇതാണ്. AFAയുടെ ഗ്ലോബലി എങ്ങനെയാണ് അർജന്റീനയുടെ മത്സരങ്ങളൊക്കെ തന്നെ പിടിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ പരസ്യങ്ങൾ, മറ്റ് സ്പോൺസേഴ്സ് ഇവരെയൊക്കെ കണ്ടെത്തുന്നത് ഈ ലിയാൻഡ്രോ പീറ്റേഴ്സനാണ്. അദ്ദേഹം 2017 മുതൽ ഈ ടീമിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഇത് ഇനി ഈ ലിയാൻഡ്രോ പീറ്റേഴ്സൺ അല്ല എന്ന് പറയാൻ മന്ത്രിക്കാവില്ല. കാരണം കഴിഞ്ഞ വർഷം മന്ത്രി മാഡ്രിഡിൽ ചെന്ന് കണ്ടത് ഇതേ ലിയാൻഡ്രോ പീറ്റേഴ്സിനെയാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അദ്ദേഹവുമായാണ് സംസാരിക്കുന്നത്. മന്ത്രി മാഡ്രിഡിലെത്തി അവിടുത്തെ അർജന്റീനയുടെ അക്കാദമിയായിട്ടുള്ള വയേക്കാസിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് ഈ ജേഴ്സി കൈമാറുന്നതും ഒക്കെ തന്നെ ലിയാൻഡ്രോ പീറ്റേഴ്സണുമായിട്ടാണ്. ഇന്ന് പക്ഷേ മന്ത്രി ഇത് നിഷേധിക്കുന്ന ഘട്ടത്തിൽ ഏത് പീറ്റേഴ്സൺ ഏത് ലിയാൻഡ്രോ എന്ന തരത്തിലാണ് അതാണ് ഏതോ മാർക്കറ്റിംഗ് ഹെഡ് മാത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒന്നുമല്ല എന്ന് ഇന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയുമായി അദ്ദേഹം അന്ന് ചർച്ച നടത്തിയെന്ന ചോദ്യത്തിന് കൂടി മന്ത്രി ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലേ അനിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 2024 സെപ്റ്റംബറിൽ ആ ഫേസ്ബുക്ക് കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചത് പ്രകാരം ഞങ്ങൾ മാഡ്രിഡിലെത്തി. മാഡ്രിഡിൽ AFAയുടെ പ്രതിനിധി, അത് കൃത്യമായി പറയുന്നുണ്ട്, AFAയുടെ പ്രതിനിധിയെ കണ്ടു. അദ്ദേഹവുമായി കേരളത്തിലേക്ക് അർജന്റീന ടീം എത്തുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ സജീവ ചർച്ചയായി. ടീമിൻ്റെ ആളുകൾ, പ്രതിനിധികളൊക്കെ തന്നെ പരിശോധനയ്ക്കായി ഉടൻ തന്നെ എത്തും. അവർ ഇവിടെ അക്കാദമി തുടങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് ഈ ലിയാൻഡ്രോ പീറ്റേഴ്സിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ച് തന്നെയാണ്. അന്ന് മന്ത്രിക്ക് ഇദ്ദേഹം അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണമായിരുന്നു അർജന്റീനയെ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. അതിന് അദ്ദേഹം എടുത്തു കാണിച്ച മുഖം, നമ്മുടെ മുന്നിൽ ഉള്ള മുഖം ഈ ലിയാൻഡ്രോ പീറ്റേഴ്സിൻ്റെതാണ്. അന്ന് തന്നെ ഇതാരൊക്കെയെന്ന് നമുക്കറിയാവുന്ന ഒരാളല്ല. കാരണം അർജന്റീനയുടെ ഏറ്റവും വലിയ ആൾ എന്ന് പറയുന്നത് അർജന്റീൻ ഫെഡറേഷൻ്റെ ആൾ ക്ലോഡിയോ ടാപ്പിയോ ആണ്, അദ്ദേഹമല്ല. അപ്പോൾ തന്നെ പല സംശയങ്ങളുണ്ട് നിങ്ങൾ ആരെ കണ്ടു എന്നുള്ളത്. പക്ഷേ കണ്ട പേഴ്സൺ ഇതാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ. പക്ഷേ ഇന്ന് ലിയാൻഡ്രോ പീറ്റേഴ്സന് അന്ന് വലിയ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞ ആളെ ഇന്ന് വെറും മാർക്കറ്റിംഗ് ഹെഡ് അല്ലേ, അദ്ദേഹം എന്തോ ചെറിയൊരാളല്ലേ എന്ന തരത്തിലാണ്. അപ്പോൾ മന്ത്രിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തു പൊക്കാനും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തെറിയാനും ഉള്ളത് ആളാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഇതിൽ അവസരവാദപരമായ നിലപാട് മന്ത്രി സ്വീകരിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയുള്ളത് അനിൽ. ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ് ഇതിൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വവുമില്ല, കരാർ ഒപ്പിട്ടിരിക്കുന്ന സ്പോൺസറാണ് എന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇത് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നു, അർജന്റീനിയൻ ടീമിനെയും മെസ്സിയെയും സർക്കാർ കൊണ്ടുവരുമെന്ന് തന്നെ എടുത്തു പറഞ്ഞ മന്ത്രി ഇന്നിപ്പോൾ പറയുകയാണ് സർക്കാരിന് ഒരു ഉത്തരവാദിത്വവുമില്ല, ഇത് ചെയ്യുന്നത് സ്പോൺസറാണ്, കരാർ ഒപ്പിട്ടിരിക്കുന്നത് സർക്കാരല്ല, സ്പോൺസർക്കാണ് എല്ലാ ഉത്തരവാദിത്വവും. പിന്നെ എന്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രി ഇതിനു മുൻപ് രംഗത്ത് വന്നത്? തീർച്ചയായും ഇത് തന്നെയാണ് സർക്കാരിൻ്റെ പരിപാടി എന്ന് തന്നെയാണ് ഈ നിമിഷം വരെ, അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും സർക്കാരിൻ്റെ പരിപാടി എന്ന് തന്നെയാണ് നമ്മളും വിചാരിച്ചിരിക്കുന്നത്. കാരണം കായിക മന്ത്രിയാണ് പറഞ്ഞത് കേരള സർക്കാർ കൊണ്ടുവരുന്നു, സർക്കാരിൻ്റെ പ്രതിനിധികൾ തന്നെ സ്പെയിനിൽ ചെല്ലുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഒടുവിൽ പൈസയുടെ കാര്യത്തിൽ മാത്രം ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഒരു സ്പോൺസറെ തേടുന്നത്. ആദ്യം ഗോൾഡ് മെർച്ചൻസിനെയൊക്കെ സമീപിക്കുന്നു, അവർക്ക് ഈ പൈസ കണ്ടെത്താൻ സാധിച്ചില്ല. അതിന് പിന്നെയാണ് ഈ പ്രസ്തുത സ്പോൺസറെ ഏൽപ്പിക്കുന്നത്. ഇതിനകത്ത് ഒരു പക്ഷേ ഉണ്ടായേക്കാവുന്ന ഒരു കാര്യം, സ്പോൺസർ ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തിയോ, അദ്ദേഹമാണ് സർക്കാർ, ഞങ്ങൾ സർക്കാരിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാണോ ഇനി ലിയാൻഡ്രോ പീറ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ചെന്നത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതും വ്യക്തമാക്കേണ്ടത് മന്ത്രിയാണ്. മന്ത്രി അത് ഏറ്റെടുത്തിട്ടുണ്ട് തുടക്കകാലഘട്ടത്തിൽ എന്നുള്ളത് അത് മന്ത്രി തന്നെ ഉത്തരം പറയേണ്ടുന്ന വിഷയവും.